ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടത് ഒരു പാനിപൂരിയാണ്. അതിലേക്ക് ഇതാ ഒരു പാത്രം, അതിലൊരു പാത്രം റവ എടുത്തിട്ടുണ്ട്. 3 സ്പൂണ് മൈദ, ആവശ്യത്തിനുള്ള ഉപ്പ്, നന്നായിട്ട് കുഴച്ചെടുക്കുക. ഒരു സ്പൂണും കൂടെ മൈദ ഇടാം. നന്നായി കുഴച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി പൂരി മാവ് മാതിരി കുഴച്ചെടുക്കുക. റവ ആയതുകൊണ്ട് വെള്ളം വലിച്ചെടുക്കും. മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതങ്ങനെ കുഴച്ചെടുക്കുക. കുറച്ച് കഴിഞ്ഞാൽ ഈ റവ ഒന്ന് വെള്ളമൊക്കെ വലിച്ചെടുക്കും. ഇതിന് വെയിറ്റ് ചെയ്യാൻ വയ്ക്കുക. നമുക്കൊരു സ്വീറ്റായ ഒരു ഗ്രേവി ഉണ്ടാക്കാം. ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഒരു സ്റ്റീലിൻ്റെ ചട്ടി വെച്ചിട്ട് ഒരു നാരങ്ങ വലുപ്പത്തിൽ കുറച്ച് പുളി എടുക്കുക. പിഴിഞ്ഞിട്ട് കുതിർത്തി പിഴിഞ്ഞെടുത്തിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ ചീഞ്ചട്ടിയിൽ ഒഴിച്ചിട്ടുണ്ട്. അത് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 5 തേനീച്ചപ്പഴം കുരു കളഞ്ഞതാണ്. നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഒരു 5 വെല്ലം തിളപ്പിച്ച് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. മണ്ണുണ്ടാകും, അപ്പോൾ ഞാനത് ചൂടാക്കി അരിച്ചെടുത്തതാണ്. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് നല്ല വറ്റി വരുന്നവരെ ഒന്ന് തിളപ്പിക്കുക. നന്നായി തിളയ്ക്കേണ്ടത്. നന്നായി തിളച്ച ശേഷം പുളി നമുക്ക് ഒഴിക്കാം. പുളിയല്ല, വെല്ലം ഒരുക്കിയത് അരിച്ച് വെച്ചതാണ്. അത് ഇതിലേക്ക് ഒഴിക്കാം. കുറച്ച് ഉപ്പ്, പുളിപ്പും മധുരം എല്ലാം ഉള്ള കാരണം കുറച്ച് ഉപ്പ്. ഒരു ചെറിയ സ്പൂണിൽ 1 സ്പൂണ് ഉപ്പ്. ഒരു സ്പൂണ് ജീരകം പൊടിച്ചെടുത്തത്. കുറച്ച് മുളക് പൊടി. ചെറിയ സ്പൂണിൽ 1 സ്പൂണ് മുളക് പൊടി. കുറച്ച് ചാട്ട് മസാല. നന്നായി ഇളക്കിയ ഇത് തേനീച്ചപ്പഴം ഒന്ന് വെന്ത ശേഷം നമുക്കിതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. നന്നായി വെറ്റിച്ചെടുക്കണം. ഇത് വറ്റി വരുമ്പോഴേക്കും നമുക്ക് ഈ പുതിന ഒരു പിടി പുതിന, അത് വെള്ളം തിളയ്ക്കുമ്പോഴേക്ക് ഇത് തിളയ്ക്കുമ്പോഴേക്ക് നമുക്ക് ഇത് അരച്ചിട്ട് വരാം. ഒരു പിടി പുതിന, ഒരു പിടി മല്ലിയില, 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില ഒന്ന് അരച്ചിട്ട് വരാം. അരച്ചിട്ടുണ്ട്. ഞാനിതൊരു അരിപ്പ വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം.
2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായി അരിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ്, ജീരകം പൊടിച്ചത് 1 സ്പൂണ്, കാൽ സ്പൂണ് ചാട്ട് മസാല, കുറച്ച് മുളക് പൊടി, 1/4 സ്പൂണ് മുളക് പൊടി, നന്നായി ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ പുതിന മല്ലിയില ഗ്രേവി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അത് പുളിവെള്ളം തേനീച്ചമ്പഴമൊക്കെ ഇട്ട് പുളിവെള്ളം ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ആറിയിട്ട് ശേഷം നമുക്ക് അടിച്ചെടുക്കാം. മാവ് കുഴച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് പരത്തിയെടുക്കാം. മൂന്ന് പീസാക്കി എടുക്കുക. കുറച്ച് മൈദാമാവ്, നന്നായി നൈസായിട്ട് പരത്തണം. ഞാൻ പരത്തുമ്പോഴേക്ക് എണ്ണ കായാൻ വെച്ചിട്ടുണ്ട്. ഗോൾഡ് വിന്നർ എണ്ണയാണ്. പരത്തിയിട്ടുണ്ട്. ഒരു അടപ്പ് ഇട്ടിട്ട് ഇതങ്ങനത്തെ ഒരു അടപ്പ് ഇട്ടിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പ് ആക്കുകയാണ്. ഇതെങ്ങനെ റൗണ്ട് ഷേപ്പ് ആക്കുക. ഒരുപാട് വലിപ്പമില്ല. നമുക്ക് പാനിപൂരിയുടെ ഒരു അളവ് അറിയാലോ. ഇതാ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ അടർത്തിയെടുക്കുക. ഒരുപാട് കട്ടി വേണ്ട. പാനിപൂരിക്ക് പരത്തി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി. ഞാൻ പൂരി ഇടാൻ പോവാണ്. പൊള്ളച്ച് വന്നിട്ടുണ്ട്. മറിച്ച് ഇട്ട ശേഷം നമുക്ക് മാറ്റിയെടുക്കുക. നന്നായി മുറുകണം. ബ്രൗൺ കളർ വരുന്നവർക്ക് ഒന്ന് പൊരിച്ചെടുക്കുക. റെഡി ആയിട്ടുണ്ട്. പാനിപ്പൂരി ഇതാ രണ്ടാമത്തത് ഇടാൻ പോകണം.
നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഒരുപാട് കട്ടിയാക്കരുത്. ഗ്രേവി അരച്ച് വെച്ചത് ഇതാ: പുളി, വെല്ലം, തേനീച്ചമ്പഴം, ഉപ്പ്, ജീരകം പൊടിച്ചത്, മുളക് പൊടി, ചാറ്റ് മസാല. ഇത് പുതിന, 2 പച്ചമുളക്, മല്ലിയില, ഒരു കഷ്ണം ഇഞ്ചി, ഉപ്പ്, ജീരകം പൊടിച്ചത്, ചാറ്റ് മസാല, കുറച്ച് മുളക് പൊടി. ഞാൻ 2 പൊട്ടാറ്റോ വേവിച്ച് ഉടച്ച് വെച്ചതാണ്. അതിൻ്റെ കൂടെ ഉള്ളി, കരിവേപ്പില, മല്ലിയില ഒക്കെ ഇട്ട് ഞാനൊന്ന് പറയാൻ മറന്നുപോയതാണ്. കുറച്ച് ക്യാരറ്റ് ചീകിയത്, ഉള്ളി പൊടിയായി അരിഞ്ഞത്, പൂന്തി, മിക്സറിലിടുന്ന പൂന്തി. അത് ഞാൻ ഈ ഗ്രീൻ വെള്ളത്തിൽ ഇടുകയാണ്. പാനിപൂരി അങ്ങനെ ഉടച്ചിട്ട് പൊട്ടാറ്റോ വേവിച്ചത്, ഉള്ളിയൊക്കെ ഇട്ട് വേവിച്ചത് അതിൽ വയ്ക്കുക. കുറച്ച് ഗ്രീൻ പുള്ളിയുടെ കുറച്ച് ക്യാരറ്റ്, കുറച്ച് ഉള്ളി ഇതാക്കിയ ശേഷം ഇതിലേക്ക് മുക്കിയെടുക്കുക. ഇതാ നല്ല സൂപ്പറായിട്ടുണ്ടാവും. പാനിപൂരി ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് പുതിന വെള്ളം ഒഴിച്ചെടുക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീട്ടിലുണ്ടാക്കിയത് കൊണ്ട് നമുക്ക് ധൈര്യത്തിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാം, വലിയവർക്കൊക്കെ കഴിക്കാം. എല്ലാവർക്കും അഭിപ്രായങ്ങൾ അറിയിക്കുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോസ് വരുന്നവരേക്കും എല്ലാവർക്കും ഹായ്.